വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ റിച്ചുട്ടൻ്റെ ഓരോരോ ടൈമിലുള്ള കളികളും അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഞങ്ങളുടെ ആയിട്ടുള്ളൊരു ലൈഫുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൽ ഇപ്പോൾ കുറവ് തന്നെയാണ്. പൊതുവെ പുറത്തേക്ക് ഇറങ്ങൽ കുറവാണ്. ഇപ്പോൾ എന്നാലും മഴയൊക്കെ ആയപ്പോഴും എന്താ പറയുക, വീടിനുള്ളിൽ തന്നെ ഉള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാറും കളിക്കാറും അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. റിച്ചുട്ടൻ എങ്ങനെയാണ് അവൻ്റെ കുളി കഴിഞ്ഞ ഉടനെ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ വലിച്ച് ഇട്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങണത് വരെ ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടി. അപ്പോൾ അങ്ങനെ കളിച്ചും കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ രാവിലെ കറിവേപ്പിൻ്റെ ഇല എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മഴയുണ്ട്, അപ്പോൾ പറ്റിയില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, വിചാരിക്കുന്ന ടൈമിൽ നമ്മൾ എന്തല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക പറ്റാതെ ആവും. അതായത് മഴയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോവും, അല്ലാച്ച എന്തെങ്കിലും പണിയിൽ അങ്ങനെ പോവും. അപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയ ചാട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ റിച്ചുട്ടനെയും കൂട്ടി ഞങ്ങൾ അത് പറിക്കാൻ പോവുകയാണ്. വേറെ എവിടെയല്ല, അവിടെ അടുത്ത് തന്നെയാണ്. മേലെ ഒരു ചെറിയൊരു തൈയുണ്ട്. അപ്പോൾ അതിന്മേൽ അങ്ങനെ കിളിർത്ത് വരുന്നത് ഇടയ്ക്ക് ഞാൻ പോയി പറിക്കാറുണ്ട്. ഒന്നിച്ച് പൊട്ടിക്കാറൊന്നുമില്ല കേട്ടോ. വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പൊട്ടിച്ച് പോരും. അപ്പോൾ ഞാനും റിച്ചുട്ടനും അതിന് പോവുക കേട്ടോ. കായാൾ ചാടി കിടക്കണം. ഇവിടൊക്കെ കുട പിടിക്ക്. ഓക്കെ നടന്നോട്ടെ. ചന്നിട്ടു അയ്യോ പനി മണിക്ക. എൻ്റെ കയ്യേ എന്റെ കാലിന് മയേ ഞാനത് തുറന്നാ പോയിട്ട് അങ്ങനെ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയൊക്കെ പറിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ നല്ലോണം വെള്ളമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല മഴയാണല്ലോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ മുറ്റത്ത് കെട്ടി നിൽക്കാറുണ്ട്. ഇപ്പോൾ നല്ല വഴുക്കലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. മഴ ഇല്ലാത്ത ടൈമിൽ ഞാൻ അവിടേക്ക് ഒന്ന് ചെത്തിക്കോരി നേരാക്കാറൊക്കെ ഉണ്ട്. എന്നാലും നല്ല വഴുക്കലൊക്കെ പിടിച്ചിട്ടുണ്ട്. റിച്ചുട്ടന് ചെറുതായിട്ട് ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ പറിച്ച് പോന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലൊക്കെ തന്നെ കേട്ടോ ചെറുതായിട്ട് മഴച്ചാറലൊക്കെ ഉണ്ട്. റിച്ചുട്ടന് 2-3 ദിവസമായിട്ട് തുടങ്ങിയതാണ് ഈ ചുമയൊക്കെ ഉള്ളത്. വല്ല പനിച്ചിട്ടൊന്നുമില്ല. ഒരു 2 ദിവസം മുന്നേ ഇതേമാതിരി ചുമ തുടങ്ങിയ ടൈമിൽ ചെറുതായിട്ട് പനീൻ്റെ ചാട്ടിലൊക്കെ വന്നിരുന്നു. അപ്പോൾ പിന്നെ മരുന്ന് കുടിച്ചിട്ട് അങ്ങനെയായിട്ട് മാറിയിട്ടോ. പിന്നെ പനിച്ചതൊന്നുമില്ല, ചെറുതായിട്ട് ജലദോഷവും ചുമയുണ്ട്. ആ ഒരു തന്നെ ഉള്ളൂ കേട്ടോ. അതിലെന്താട് എന്താണ്? അയ്യോ, അതാരെ വാങ്ങി തന്നു?
അച്ഛനോ? എൻ്റെ അച്ഛൻ്റെ പേരെന്താ? താജു രാജു. അമ്മേൻ്റെ പേരോ? ഒക്കെ താജു. ആരെ പൊട്ടിച്ചു? ലൂസോ? ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. അതെന്താ? കൂട്ടി. ആ സ്കൂട്ടി കൂട്ടി. അയ്മരിക്കേ അപ്പൊ പൊട്ടൂലേ? മമ്മീന്റെ വള വള അമ്മേൻ്റെതേ ഉച്ചുൻ്റെ. എന്താ? തത്തമ്മ. കഴിഞ്ഞോ? അത് മുയല്. കുഞ്ഞു ജീപ്പ്. പൂളി ജീപ്പ്. നാളെ പോലെ വിളിച്ചാൽ കാട് ചോദിക്കുന്നത് നമ്മുടെ കാട് നാളെ ഏത്? അത് ട്രോഫി. അത് അമ്മേൻ്റെതാണേ. അമ്മയ്ക്കേ ഡാൻസ് കളിച്ചിട്ടേ തിരുവാതിരക്കളി കളിച്ചിട്ട് കിട്ടിയതാണ്. എടുത്തു തിരിച്ച തിരിക്ക്. ഇമ്മ തമ്പാട്ടി ഉണ്ടോ? തമ്പാട്ടിയാ? എങ്ങനെ തമ്പാട്ടി തൊഴുക? എങ്ങനെ പ്രാർത്ഥിക്കുക? തമ്പാട്ടി വാ. നിക്ക് കുട്ടി എടുത്ത അമ്മ വീഡിയോ എടുക്കണേ. കുട്ടി എടുക്കുക അമ്മേൻ്റെ ഫോട്ടോ. എടുത്തോ? അങ്ങനെ കുറേ നേരം അവന് ടോയ്സൊക്കെ വെച്ചിട്ട് അവനെ കുറേ നേരം കളിച്ചു കേട്ടോ. കാര്യമായിട്ട് അവന് വണ്ടികളും കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അത് എടുക്കാൻ പറ്റുന്ന രീതിക്ക് അവൻ്റെ വാർഡ്രോബ്സ് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം എൻ്റെ ട്രോഫിയൊക്കെ വെച്ച് കുറേ അങ്ങനെയും കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു പരിപാടി പറഞ്ഞാൽ അവനൊരു കിടന്നൊരു ഫോണുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൽ അമ്മേനെ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ ഫോട്ടോ എടുപ്പിക്കുകയൊക്കെ ആയിട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ടോയ്സ് കൊണ്ടുള്ള കളി മുപ്പർക്ക് മതിയായിരുന്നു കേട്ടോ. അപ്പം ഇനി എടുത്ത് വെക്കാനിട്ട് അവനും ഞാനും കൂടിയിട്ട് ഒക്കെ സെറ്റാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത ഞങ്ങളെ പരിപാടിയാണ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അവന് നല്ലോണം ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ അവന് നേരത്തെ എണീറ്റിട്ടുണ്ട് രാവിലെ. അപ്പോൾ നേരത്തെ ഉറങ്ങുണ്ടാവും. അപ്പോൾ പിന്നെ അവനെന്തൊക്കെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞല്ലോ. ചുമയും കാര്യങ്ങൾ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ അസ്വസ്ഥതയുണ്ട്, പിന്നെ ഉറക്കവും വരുന്നുണ്ട്. ആ ഒരു രണ്ട് മൂഡിലാട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തു. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു നമ്മളെ കട്ടിലിൻ്റെ ആ ഹെഡിൻ്റെ അവിടെ അതിൽ കുറച്ച് പറയുക
അവൻ്റെ ഈ കിച്ചൺ സെറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. ഓരോന്നും ഓരോ ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. വണ്ടിയും കാര്യങ്ങളൊക്കെ അവൻ്റെ വാർഡ്രോബ്സിലും, പിന്നെ കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയും, പിന്നെ കുറച്ച് എന്താ പറയുക ചെറുപ്പത്തിലത്തെ കുറച്ച് ടോയ്സ് ഉണ്ട്. അതൊരു കവറിലാക്കിയിട്ട് അങ്ങനെ എടുത്തൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടി ഉറങ്ങാൻ ടൈമിലായപ്പോഴത്തേക്ക് കുട്ടിക്ക് ചെറുതായിട്ട് പനിയൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങി നീച്ചിട്ട് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെറിയ മഴച്ചാറലൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ നേരത്തെ അവന് നല്ല രീതിക്ക് എന്താ പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് അവന് മരുന്ന് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങി നീച്ചിട്ടൊന്ന് വിട്ടു, പിന്നെ ഇങ്ങനെ പനിക്കുകയാണ്. അപ്പോൾ രാജേട്ടനും ഇന്ന് പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉറങ്ങി നീച്ചതിന് ശേഷം അവനെ ഹോസ്പിറ്റലിലൊക്കെ പോകുക കേട്ടോ. ഇവിടെ അടുത്ത് ഏപ്പക്കാടുള്ള ഹോസ്പിറ്റലിലാണ് പോണത്. അപ്പോൾ ഇങ്ങോട്ടിപ്പോൾ ഞാൻ നടന്ന് പോകണമെന്ന് വെച്ചാൽ തറവാട്ടിലാണ് രാജേട്ടൻ വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് വണ്ടി എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനാട്ടോ കരുതിയിരിക്കണ്. കുട്ടി നല്ല രീതിക്ക് നല്ലോണം എന്താ കളിക്കിരിക്കുകയൊക്കെ ചെയ്തതാണ്. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ജലദോഷവും ചുമയും 2-3 ദിവസമായിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്ക് മഴച്ചാറിലും കാര്യങ്ങളും കൊള്ളുന്നത് കൊണ്ടായിരിക്കും. എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തില്ലല്ലോ. ഇപ്പോൾ ഞാൻ എന്തിനേലും പുറത്തേക്ക് പോകാൻ കൂടെ എൻ്റെ പിന്നാലെ ഉണ്ടാവും. എന്നാലും ചിലപ്പോൾ ചീത്ത പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പിന്നെയും പോകും കേട്ടോ. എന്തായാലും ഇപ്പോൾ നല്ലോണം എന്താ അങ്ങനെ വിട്ട് പനിക്കണ കണ്ടപ്പോൾ ഒരു പേടിയും ഇല്ല. ചിലവന് എൻ്റെ കയ്യിൽ നമ്മളടുത്ത് എന്താ ഹോസ്പിറ്റലത്തെ ചുമക്കുള്ളതും അതുപോലെ ജലദോഷത്തിനുള്ളതും പാരസെറ്റമോളൊക്കെ കയ്യിലുണ്ട്. അതന്നെ കൊടുത്തിട്ട് കുറവുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചുമയൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് വിട്ട് പനിക്കുക വെച്ചാൽ നമ്മളൊരു എന്തത് മാത്രം നോക്കിയിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ മരുന്ന് കുട്ടികളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും കൊണ്ടുവന്നൊരു കൊടുക്കണ മരുന്നും ഇപ്പോൾ പേടിച്ച മരുന്നും സെയിം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇവിടെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.